ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിംഗ് ഹാബിറ്റ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് ലിങ്ക്ഡിനിൽ നല്ല രീതിയിൽ ഒരു ജോലി കണ്ടെത്താം, പ്രൊഡക്റ്റീവായിട്ട് ജോലി എങ്ങനെ നോക്കാം. അപ്പോൾ ജോലി സെർച്ച് ചെയ്യാനും ജോലി കണ്ടെത്താനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷേഴ്സും അതേപോലെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുകളിലെ ടൂൾ ബാറിൽ ഹോം, മൈ നെറ്റ്വർക്ക്, ജോബ്സ്, മെസ്സേജിങ് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജോബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇടതുവശത്തായിട്ട് മൈ ജോബ്സ്, ജോബ് അലേർട്ട്, സാലറി, സ്കിൽ അസസ്മെൻറ്റ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതിന് സ്യൂട്ടായിട്ട് അതിന് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ജോബ്സ് നമ്മൾക്ക് ഈ റെക്കമെൻഡഡ് ഫോർ യുവിൽ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഏത് ജോബാണോ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ നോക്കുക. അതിലേക്ക് നിങ്ങൾ റെസ്യൂം നിങ്ങളുടെ അയയ്ക്കുക. ഇപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ബിസിനസ് സർവീസ്, സപ്പോർട്ട്സ് കാണാം, എനിക്ക് വന്ന റെക്കമെൻഡേഷൻ. അപ്പോൾ ആദ്യമേ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ എനിക്ക് ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വലതുവശത്ത് കാണാം. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ബിസിനസ് സർവീസസ്, സപ്പോർട്ട്, EY, ഫുൾ ടൈം എൻട്രി ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്കിവിടെ അപ്ലൈ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ അപ്ലൈ കൊടുക്കാം, കണ്ടിന്യൂ. അപ്പോൾ ആ ജോലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ EYയുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി വെബ്സൈറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റിവേഴ്സ് വരുമ്പോൾ നമ്മൾക്ക് ജോബ് ബേസ്ഡ് ഓൺ യുവർ പ്രൊഫൈൽ എന്നും പറഞ്ഞ് അതിൻ്റെ താഴെ കുറേ ജോബ്സുകൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ജോബ് ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം അയക്കാവുന്നതാണ്. അതിന് ഏറ്റവും താഴെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, EY എന്ന് പറയുന്ന കമ്പനിയുടെ ലിങ്ക്ഡിൻ പേജ് കാണാം. അതിന് താഴെ നിങ്ങൾക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസും എംപ്ലോയീസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് EY കമ്പനിയിൽ കയറാം. ആ കമ്പനി പേജിൽ നമ്മൾ കയറിയതിന് ശേഷം പീപ്പിൾസ് എടുക്കുക. ആ പീപ്പിൾസ് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. റിക്രൂട്ടർ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ HR എന്ന് പറഞ്ഞോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ HR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ HR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീപ്പിൾസിൽ താഴെ കുറച്ച് റിക്രൂട്ടേഴ്സിനെ കാണുന്നുണ്ട്. ഒന്ന് സീനിയർ HR ടാലൻറ്റ് അക്വിസിഷൻ അറ്റ് EY. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കണക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ മെസ്സേജ് പോകും. അപ്പോൾ നമ്മൾക്ക് വന്ന ജോബ് ഏതാണോ ആ ജോബിൽ നമ്മൾ റെസ്യൂം അപ്ലൈ ചെയ്തതിന് ശേഷം ആ കമ്പനിയുടെ പേജിൽ കയറി റിക്രൂട്ടേഴ്സിന് സെർച്ച് ചെയ്ത് അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻവിറ്റേഷൻ കൊടുക്കാം. അങ്ങനെ കണക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് പറയാം, ഞാൻ റെസ്യൂം അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഇന്നതാണ്, എനിക്ക് ഇന്ന സ്കില്ലും ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും അയക്കുന്നതിലുപരി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആ റിക്രൂട്ടേഴ്സിനോട് നിങ്ങൾക്ക് ജോബ് അയച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയറക്റ്റ് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് HR അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇൻവിറ്റേഷൻ അയക്കണം, ഏത് രീതിയിൽ നമ്മൾ ഇൻവിറ്റേഷൻ മെസ്സേജ് അയക്കണം, അതെല്ലാം നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് കണക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം, ആഡ് എ നോട്ട്, സെൻഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ഒരു കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എന്താണോ അത് ഇതിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് രണ്ടാമതായിട്ട് നോക്കാനുള്ളത് ഗ്രൂപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രൂപ്പ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രൊഫൈലിൽ ചെല്ലാണ്. എൻ്റെ പ്രൊഫൈലിൽ ചെല്ലുമ്പോൾ
ഏറ്റവും താഴെ ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ്സുകൾ കാണാം. ഇൻട്രസ്റ്റിൻ്റെ താഴെ കമ്പനി ഗ്രൂപ്പ്സ്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുക, കമ്പനി വേറെ, ഗ്രൂപ്പ് വേറെ. കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആർക്കും ഫോളോ ചെയ്യാൻ സാധിക്കും, ഏത് കമ്പനിയിലെയും ആർക്കും ഫോളോ ചെയ്യാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾക്ക് ഒരു റിക്വസ്റ്റ് അയക്കുക, അവരുടെ അനുവാദം, അഡ്മിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ 2 ഗ്രൂപ്പ് കാണുന്നുണ്ട് നിങ്ങൾ. താഴെ ഷോ ഓൾ ഗ്രൂപ്പ്, നമുക്ക് മുഴുവൻ ഗ്രൂപ്പ് കാണാം. മുഴുവൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ. ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ത്യ HR ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളിൽ നിങ്ങൾ എൻ്റർ ആയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, നിങ്ങളുടെ സ്കിൽസ് എന്താണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണോ, അതൊക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് HR ഉണ്ടാവും. അവരുടെ റിക്രൂട്ട്സിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അതിൻ്റെ ബേസിൽ നിങ്ങളെ അവരെന്ത് ചെയ്യും, വിളിക്കും. നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ്സ് നിങ്ങൾ കണ്ടെത്താം. ഇന്ത്യൻ HR ഗ്രൂപ്പ്, കേരള HR സർക്കിൾ, അങ്ങനെ റിക്രൂട്ടേഴ്സിന് തന്നെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത് ജോബ് സെർച്ച് ചെയ്യാനുള്ള ടെക്നിക്സ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം, നമ്മളുടെ പ്രൊഫൈൽ ഒന്നും കൂടി ഞാൻ ചെല്ലാണ്, വ്യൂ മൈ പ്രൊഫൈൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് പീപ്പിൾ ഓൾസോ വ്യൂഡ്, അതായത് എന്നെ വ്യൂ ചെയ്ത ആളുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. സോനം ഘോഷ്, അഭിരാം. അപ്പോൾ ഇതിൽ റിക്രൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പേഴ്സണലായിട്ടൊരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. കാരണം അവർ നിങ്ങളുടെ പ്രൊഫൈൽ ഓൾറെഡി വ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവർക്കൊരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ജോബ് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കൊരു കണക്ഷൻ സാധിക്കാം, ഒപ്പം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതിന് താഴെ പീപ്പിൾ യു മേ നോ, ഇതിൽ നമ്മൾക്ക് അറിയാവുന്നവർ നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതിന് താഴെ വരുമ്പോൾ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അനലിറ്റിക്സിൽ 309 പ്രൊഫൈൽ വ്യൂസ്, 116 പോസ്റ്റ് ഇംപ്രഷൻസ്, 16 സെർച്ച് അപ്പിയറൻസ്. അപ്പോൾ നിങ്ങൾ ഈ സെർച്ച് അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യുക. 16 പേര് നമ്മളെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 16 സ്ഥലങ്ങളിൽ നമ്മളുടെ സെർച്ച് അപ്പിയറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് അപ്പിയറൻസ് നമ്മൾ എടുക്കുമ്പോൾ 16 സെർച്ച് അപ്പിയറൻസസ് കാണാം. 16 ആളുകൾ നമ്മളെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന കമ്പനികൾ നമ്മൾക്ക് താഴെ കാണാം. ടോപ്പ് കമ്പനീസ് യുവർ സെർച്ചേഴ്സ് വർക്ക് അറ്റ്. അപ്പോൾ അഡോബ്, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റൽ, അങ്ങനെ കുറച്ച് കമ്പനികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾക്ക് സ്യൂട്ടായിട്ടുള്ള കമ്പനി ഏതാണോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കമ്പനി ഏതാണോ, ആ കമ്പനി നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച പോലെ റിക്രൂട്ടേഴ്സിനെയും HR-നെയും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ പേഴ്സണൽ ഇൻവിറ്റേഷൻ റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമതായിട്ട് പറയാനുള്ള. നമ്മളുടെ സെർച്ചേഴ്സിന് കയറിയിട്ട് ആ സെർച്ചേഴ്സിൻ്റെ ബന്ധപ്പെട്ട കമ്പനികളിൽ നമ്മൾ കയറിയിട്ട് HR-നെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് മൂന്നാമതായിട്ടുള്ള ടിപ്പ്. ഇനി നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നുകൂടി നമ്മൾ ജോബിൽ കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മൈ ജോബ്സ് കാണാം. നമ്മൾ ഏതെല്ലാം ജോബ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ആ ജോബ്സ് നമ്മൾക്ക് മൈ ജോബ്സിൽ കാണാം. ജോബ് അലേർട്ട്സ്, നമ്മൾക്ക് സ്യൂട്ടായിട്ടുള്ള ജോബ് വരുന്നത് ഇവിടെ നമ്മൾക്ക് അറിയാൻ സാധിക്കും. മൂന്നാമത് സാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സാലറിയാണ് ആവശ്യം, ഏതാണ് നിങ്ങളുടെ പ്രൊഫഷൻ, എന്ത് സ്കില്ലാണ് നിങ്ങൾക്കുള്ളത്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു കണ്ടീഷൻ വെക്കാവുന്നതാണ് സാലറി എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ. അതിന് താഴെ സ്കിൽ അസസ്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്കിൽസ് പല കാറ്റഗറിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അപ്സ്കിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കിൽസ് അസസ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ കാണാം. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, മൈക്രോസോഫ്റ്റ് വേഡ്, ഇതിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടതൊന്നല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേതാണോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ടേക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേഡ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, കണ്ടീഷൻസാണ് പറയുന്നത്. 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 1.5 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻസ്,
സ്കോർ ഇൻ ദ ടോപ്പ് 30% ടു ഏൺ എ ബാഡ്ജ്. നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ 30% നമ്മൾ വരണം. അതിന് താഴെ ബിഫോർ യു സ്റ്റാർട്ട് നമ്മൾക്ക് ട്രയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാം. യു മസ്റ്റ് കംപ്ലീറ്റ് ദിസ് അസസ്മെൻറ്റ് ഇൻ 1 സെക്ഷൻ. ഒറ്റ സെക്ഷനിൽ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം, കണ്ടീഷൻസാണ്. രണ്ടാമത് യു ക്യാൻ റീടേക്ക് ദിസ് അസസ്മെൻറ്റ് വൺസ് ഇഫ് യു ഡോണ്ട് ഏൺ എ ബാഡ്ജ്. നമ്മൾക്ക് ഒരു തവണ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് ബാഡ്ജ് കിട്ടിയിട്ടില്ല, നമ്മൾ 30% നേടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു തവണ കൂടി അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. മൂന്നാമത് വി വോണ്ട് ഷോ യുവർ റിസൾട്ട് ടു എനിവൺ വിത്തൗട്ട് യുവർ പെർമിഷൻ. നമ്മളിതിൽ അറ്റൻഡ് ചെയ്യുന്ന സ്കോറോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ അനുവാദമില്ലാതെ മറ്റുള്ളവർ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും റിക്രൂട്ടേഴ്സ് നോക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിന് ഒരു സ്ട്രെങ്ത്ത് ഇതുവഴി നേടാനാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കിൽ അസസ്മെൻറ്റ്സിൽ ഏതാണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. ജോബ് അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി നമ്മൾ അതിനുശേഷമുള്ളൊരു ഓപ്ഷൻ നമ്മൾക്ക് നോക്കാം, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. അപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതിൽ തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുക്കുമ്പോൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, എന്ത് ചെയ്യണം, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്കിതിൽ പഠിക്കാം. അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വലതുവശം. അപ്പോൾ നമുക്കൊന്നുകൂടി ബാക്കിലേക്ക് ചെല്ലാം. അതിനുശേഷം റെസ്യൂം ബിൽഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. റെസ്യൂം ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ജോബ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിൽ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് അത് തന്നെ റെസ്യൂമായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ഫ്രം പ്രൊഫൈൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക്ഡിനിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു PDF ആയിട്ട് മാറി അതൊരു റെസ്യൂമായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഓപ്ഷൻ വലതുവശത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റെസ്യൂം നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, പെട്ടെന്നൊരു ജോബിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിയേറ്റ് ഫ്രം പ്രൊഫൈൽ കൊടുക്കാം. ലിങ്ക്ഡിനിൽ എന്താണ് കൊടുത്തേക്കുന്നത് അത് തന്നെ ഒരു റെസ്യൂമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും വളരെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അടുത്തത് ജോബ് സീക്കർ ഗൈഡൻസ് ആണ്. ജോബ് നോക്കുന്ന ആളുകൾക്ക് ഉള്ള ഗൈഡൻസ്. ഇവിടെ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് കാണാം. അതിനുശേഷം ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ ഇപ്പോൾ ഞാൻ കൊടുത്ത റെസ്യൂമാണിത്. നമ്മൾക്കിത് മാറ്റി വേറെ റെസ്യൂം അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പാക്കേജ് എല്ലാം വേറെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾക്ക് വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ലേണിങ്സ് ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് എന്താണോ അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലേൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇൻ്റർവ്യൂ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടത് പഠിക്കാൻ കഴിയുന്നതാണ്. ചിലതെല്ലാം പ്രീമിയം ആയിരിക്കും, ചിലതെല്ലാം ഫ്രീ വെർഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചില സമയത്ത് ഫ്രീ ആവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഞാനീ പറഞ്ഞ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. വളരെ എഫക്റ്റീവാണ്, ഇതിന് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.